ഹലോ സുഹൃത്തുക്കളെ, ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് തട്ടേക്കാടാണ്. തട്ടേക്കാട് ബഡ്ജീസ് കോട്ടേജ്. ഇവിടെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാഹസിക യാത്രികരുടെ ഒരു ഗ്രൂപ്പായ ക്ലൈം ക്രൂവിൻ്റെ ഒരു സാഹസിക യാത്ര ചെയ്തവരുടെ ഒരു കൂട്ടായ്മ, ഒരു ക്യാമ്പ്, 2 ദിവസത്തെ ക്യാമ്പ് ഈ ബഡ്ജീസ് കോട്ടേജിൽ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനാണ് ഞാനും എൻ്റെ സഹയാത്രികനായ മിസ്റ്റർ പോളും എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾ കോട്ടേജിൽ വന്ന ശേഷം നമ്മളെ വരവേൽക്കുന്നത് പ്രാവുകളും അതുപോലെ മുയലുകളും തത്തകളും പിന്നെ ടർക്കി കോഴികളും അതുപോലെയുള്ള ഒരു ഫാം ഹൗസ് സെറ്റപ്പാണ് ഇവിടെ. എന്തുകൊണ്ടും അത് അരയന്നങ്ങളുണ്ട് ഒരു ഭാഗത്ത്. നല്ലൊരു കോട്ടേജ്, നല്ല ഏരിയ ഉണ്ട്. അപ്പോൾ പലരും വന്നു ചേർന്ന് ആദ്യമായി നമ്മുടെ രാജശങ്കർ, അടിപൊളി യാത്രികനാണ്. 5 മാസം കൊണ്ടൊക്കെ ഇന്ത്യ കറങ്ങിയ റെക്കോർഡൊക്കെയുള്ള യാത്രികനാണ് രാജശങ്കർ. തിരുവനന്തപുരംകാരനാണ്. അങ്ങനെ പലരും എത്തിക്കഴിഞ്ഞു, പലരും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായി തന്നെ ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ കോട്ടേജും എന്തുകൊണ്ടും ഈ ഒരു ഫംഗ്ഷനെ ഉതകുന്ന രീതിയിലുള്ള ഒരു ഹൈജീനിക്കായിട്ടുള്ള, നാച്ചുറലായിട്ടുള്ള ഒരു കോട്ടേജാണ്. പലരുടെയും വാഹനങ്ങൾ അവിടെ നിൽക്കുന്നത് കാണാം. പല വിധത്തിലുള്ള യാത്രകൾ, ബൈക്കിലും നടന്നും സൈക്കിളുമിൽ ഒക്കെ പോയിട്ടുള്ള ആൾക്കാർ. അതായത് രാജേട്ടനാണ്, കോലഞ്ചേരിക്കാരനായ രാജേട്ടൻ. വളരെയധികം ലഡാക്ക് യാത്രകളും അത്യാവശ്യം ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതാ ഇവിടെ ഒരു ടീം നിൽക്കുന്നുണ്ട്. ഇത് മിസ്റ്റർ അരുൺ ബ്രോ ആണ്. അജീഷ്, അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ കോട്ടേജുകൾ. അവിടെ നിൽക്കുന്നത് അബ്ബാസ് ബ്രോ ആണ്. നടന്ന് ഇന്ത്യ കീഴടക്കിയ ഫാമിലി കപ്പിളാണ് അവർ, കുട്ടിയടക്കം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കോട്ടേജുകളാണ്. അപ്പം ഞങ്ങൾക്കും ഇതാണ് നമ്മുടെ സംഘാടകനായ അഷ്റഫ് ബായുടെ ക്യാപ്റ്റൻ വാഹനം. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അതൊരു പജീറോ ഉണ്ട്. നമ്മുടെ സജു ബ്രോ ആണിത്. എല്ലാവരും അസാധ്യമായ യാത്രകൾ നടത്തിയിട്ടുള്ള സുഹൃത്തുക്കളാണ്. ആദ്യമായിട്ടാണ് നമ്മളെല്ലാവരെയും പരിചയപ്പെടുന്നത്. അങ്ങനെ സജു ബ്രോ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണ്. രാജേഷ് ഭായ്, അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ കൗണ്ടറിൽ പേര് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള റൂമിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം നല്ലവണ്ണം റൂമുകളുണ്ട്. ഫാമിലി പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യാവുന്ന രീതിയിൽ, കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ. അത് രാജേഷ് ബ്രോ ബേസ് ക്യാമ്പ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്, എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ഇതാണ് ഞങ്ങളുടെ റൂം. ഓക്കെ, അപ്പോൾ നല്ല റൂമാണ്. അതാ ഞങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് മിസ്റ്റർ ഫിയാസ് റൂമിൽ ആദ്യം തന്നെ വന്ന് പുതച്ചുമൂടി കിടക്കുന്നുണ്ട്. അങ്ങനെ സാധനമൊക്കെ വെച്ച് ഞങ്ങൾ വീണ്ടും കോട്ടേജിൻ്റെ പുറകുവശത്തേക്ക് എത്തി. അവിടെ മഡ് ഹൗസുകളും ട്രീ ഹൗസുകളും ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ അതാ കാണുന്നതാണ് ട്രീ ഹൗസ്. വളരെ മനോഹരമായി തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിനിടയിലാണ് നമ്മുടെ സംഘാടക സംഘത്തിൻ്റെ ഒരു ഉമിംഗ്ല പാസ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ മീറ്റിങ്ങോടെയാണ് ഉദ്ഘാടനത്തിന് ശേഷമാണ് പരിപാടി ആരംഭിക്കുന്നത്. ഇതാണ് നമ്മുടെ ഉദ്ഘാടകരുടെ പേരുകൾ. മിസ്റ്റർ ഡോട്ട് ഗ്രീൻ ചാനലിൻ്റെ മിസ്റ്റർ ബിബിൻ സെബാസ്റ്റ്യനും, അതുപോലെ തന്നെ
കന്യാകുമാരി ടു ലഡാക്ക് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കാർ റൈഡ് എത്തിയ ലിങ്ക റെക്കോർഡിനുടമയായ മിസ്റ്റർ ബിബിൻ ബ്രോ ഫ്രം കോഴിക്കോട്. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ഫംഗ്ഷനെ ഒരാൾ ഉദ്ഘാടകനും ഒരാൾ മുഖ്യാതിഥിയുമാണ്. ഇതാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സംഘാടകൻ മിസ്റ്റർ അഷ്റഫ് ബായ്. അഷ്റഫ് ബായ് ആണ് ഇത്രയും ആൾക്കാരെ 70ഓളം വരുന്ന അസാധ്യ യാത്രക്കാരെ ഒരുമിച്ച് ചേർത്ത ഈ ഒരു 2 ദിവസത്തെ ക്യാമ്പിൻ്റെ മുഖ്യ സംഘാടകൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുവാൻ എല്ലാവരുമുണ്ട്. എങ്കിലും ഒന്നുകൂടി അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാനായി മിസ്റ്റർ ദീപ, മോളി, ജെറീന, അതുപോലെ ഇനിയുണ്ട് ആൾക്കാരെ. എല്ലാവരുടെ പേര് എനിക്കറിയില്ല, കുറേ പേരൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ അഷ്റഫ് ഭായ് ഒരു പ്രാർത്ഥനയോടുകൂടി യോഗം തുടങ്ങാൻ ആഹ്വാനം ചെയ്യും. ക്ഷണം സ്വീകരിക്കല്ല, ഇതിലൊരാളായി വന്ന് നമ്മുടെ സ്നേഹ കൂട്ടായ്മയ്ക്ക് ഈ രോഗം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിർബന്ധിച്ച് എന്താണെങ്കിലും വരണം, പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പങ്കെടുക്കുന്നുണ്ടല്ലോ, ഇതിനാണെങ്കിലൊക്കെ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രശസ്തനായ മിസ്റ്റർ ബിബിൻ ബ്രോനെ നീക്കം ചെയ്യുകയാണ്, രാജേഷിനെ നീക്കം ചെയ്യുകയാണ്. പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ ഓഫ് റോഡ് താരവും അതുപോലെ തന്നെ 108 ആംബുലൻസ് ഓടിക്കുന്ന ഈ കേരളത്തിലെ ആദ്യത്തെ വനിതയും എല്ലാമായ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഓരോ പേര് പറഞ്ഞിട്ട് ഈ വേദിയിലേക്ക് ഇരുത്തേണ്ട ആൾക്കാരാണ്. ഒരാളും ഒന്നിനും കുറവില്ല. എങ്കിലും നമ്മുടെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന വളരെ നല്ല മനസ്സുള്ള യാത്രയെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന് സ്വാഗതം. റോട്ടീൻ ചാനലിൻ്റെ ബിബിൻ സെബാസ്റ്റ്യനാണ്. റൈഡേഴ്സ് മീറ്റ് പല ഇതൊരു സാഹസിക യാത്രക്കാരുടെ കൂട്ടായ്മയാണെന്നാണ് പറയുന്നത്. അപ്പോഴാണ് എനിക്ക് ചെറിയ ആശ്വാസം. പാടൊക്കെ ചേർച്ചയ്ക്ക് ഞാനും ചെറിയ സാഹസികരായി ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കുമാണ് ശരിയാണ്, ഞാനും ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. അത് ഞാനിവിടെ സംസാരിച്ച ആൾക്കാരിലൊക്കെ എന്താ പറയുക, ഒരു മുൻപരിചയം അല്ലെങ്കിൽ വളരെ കാലമായിട്ട് പരിചയം തോന്നുന്ന ആൾക്കാരെ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് യാത്ര ചെയ്യുന്ന ആൾക്കാർ എന്നുള്ള പുരസ്കാരവും രണ്ടുപേർക്കും ബിബിൻ ബ്രോ അദ്ദേഹത്തിന് പുരസ്കാരം നൽകി. എല്ലാവർക്കും അങ്ങനെ രാത്രി യാമങ്ങളാണ്. അതൊക്കെ ഒരു പാട്ടിലൂടെ തുടങ്ങിയിരിക്കുകയാണ്. രാത്രി എല്ലാവർക്കും തന്നെ തമ്മിൽ പുരസ്കാരം സമ്മാനിച്ച് എല്ലാവർക്കും ഒരേ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടാണ് ചടങ്ങ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. വളരെ നല്ലൊരു ചടങ്ങായിരുന്നു. അപ്പോൾ രാത്രിയുടെ താളക്കൊഴുപ്പുകൾ ഓടി വന്നുകൊണ്ടിരുന്നു. അതൊക്കെ ഡാൻസ് പാട്ടുമാറി ഡാൻസിലേക്ക് കയറുകയാണ്. കാത്തിരും
പിന്നീട് ഇവിടെ പല തട്ടുപൊളിപ്പൻ ഡാൻസുകളും അരങ്ങേറി. അത് കഴിഞ്ഞ് ക്യാമ്പ് ഫയർ തുടങ്ങി. തുടങ്ങിയപ്പോൾ ഏതാണ്ട് 11:30-12 മണിയായി. മാക്സിമം ആൾക്കാരെ എൻജോയ് ചെയ്ത് പാട്ടും ഡാൻസും എല്ലാം കൊണ്ടും എല്ലാവരും എല്ലാത്തിലും എൻജോയ് ചെയ്ത് നല്ലൊരു സന്ധ്യ. ആദ്യമായിട്ട് പരിചയപ്പെടുന്നവരാണ് എല്ലാവരെങ്കിലും വളരെ മറക്കാനാവാത്ത ഒരു സന്ധ്യയായിരുന്നു. അങ്ങനെ ക്യാമ്പ് ഫയറിന് ശേഷം എല്ലാവരും സ്വന്തം റൂമുകളിലേക്ക് കിടക്കുവാനായി പിരിഞ്ഞു. പിറ്റേ ദിവസം കാലത്ത് നേരത്തെ 7:30 ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഫ്ലാഗ് ഓഫ് ഒരു റൈഡാണ്. ആ റൈഡ് ഫ്ലാഗ് ഓഫ് ചെയ്ത് മിസ്റ്റർ ബിബിംബ്രോ ആണ്. അടുത്തുള്ള ഒരു ഇഞ്ചത്തൊടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ തട്ടേക്കാട് അടുത്ത് തന്നെയുള്ള ഒരു ഏരിയയാണ്. അവിടെ ഒരു തൂക്കുപാലമുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ തൂക്കുപാലം. അങ്ങോട്ടായിരുന്നു റൈഡ്. കാറുകളും ജീപ്പുകളും റൈഡിൽ പങ്കെടുത്തു. അങ്ങനെ ഞങ്ങൾ ഇഞ്ചത്തൊടി തൂക്കുപാലം സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും നീളമേറിയ തൂക്കുപാലമാണ് എന്നറിയപ്പെടുന്നത്. വളരെ ഹൈറ്റിലാണ്. ഹാങ്ങിങ് ബ്രിഡ്ജാണ് അതിൻ്റെ ഹാങ്ങിങ് പില്ലേഴ്സൊക്കെ. 40 പേരാണ് ഇതുമേ ലിമിറ്റ്. അങ്ങനെ വന്ന റൈഡേഴ്സ് എല്ലാം തൂക്കുപാലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായൊരു ഏരിയ ആണ് കേട്ടോ. അതിരാവിലെ എഴുന്നേറ്റ് ഉള്ള ഒരു റൈഡും തുടർന്നുള്ള ഇവിടുത്തെ ദൃശ്യഭംഗിയും പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം വളരെ ഹൃദ്യമായിരുന്നു. എല്ലാവരും തന്നെ പാലം ക്രോസ് ചെയ്ത് അക്കരെ പോവുകയും അവിടെ കുറച്ചു നേരം വിശ്രമിച്ച് തിരിച്ച് പോരുകയുമാണ് ചെയ്തത്. പോള് നമ്മുടെ മുമ്പിൽ പോകുന്നുണ്ട്. പോള് അടിപൊളിയായിരുന്നു. ഇന്നലെയൊക്കെ ഉത്സാഹവാനും സന്തോഷവാനുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ സൈഡ് പോയി. അതിനുശേഷം അങ്ങനെ ഓരോരുത്തരായി തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഫോട്ടോജെനിക്കായിട്ടുള്ള ഏരിയകളാണ്.
40 എഴുതി വെച്ചിട്ടുള്ള നമ്മുടെ വയനാട് നിന്നുള്ള ബ്രോസാണ്. 40 അവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. വയനാട് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിൽ നിന്നും നമ്മുടെ ഈ ക്യാമ്പിന് ആളുകൾ എത്തിയിട്ടുണ്ട്. മലപ്പുറം എല്ലാ ജില്ലകളിൽ നിന്നും തന്നെ പ്രസൻറ്റേഷൻ ഉണ്ട്. പല രീതി കൃഷ്ണകുമാർ, മിസ്റ്റർ കൃഷ്ണകുമാർ, നമ്മൾ ആദ്യം കണ്ട ശങ്കർ, രാജ് ശങ്കർ, എല്ലാവരും തന്നെ അസാധ്യമായ യാത്രകൾ നടത്തിയിട്ടുള്ള സുഹൃത്തുക്കളാണ്. അങ്ങനെ തിരിച്ചിറങ്ങുകയായി. കപ്പിൾസായി വന്നവരാണ്. ഏകദേശം 6-7 കപ്പിൾസ് തന്നെ ഈ പരിപാടിയിൽ വന്നിട്ടുണ്ട്. അബ്ബാസ് ബ്രോ ആൻഡ് കുടുംബവുമാണ് വന്നിട്ടുള്ളത്. കുട്ടിയുമായിട്ടാണ് ഒരാൾ വന്നിട്ടുള്ളത്. ലേഡി റൈഡർമാരും എല്ലാ വിധത്തിലുള്ള അസാധ്യ യാത്രകൾ നടത്തിയവർ, സാഹസിക യാത്രകൾ നടത്തിയവർ ഇവിടെ ഒരു സംഗമം എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു എക്കോ പോയിന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റിലും കൂടി സന്ദർശിച്ചു. അങ്ങനെ അതിനുശേഷം തിരിച്ച് റൂമിലോട്ട് റൈഡ് ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു 11:30 ഉച്ചയോടുകൂടി ക്യാമ്പ് സമാപിക്കുകയാണ്. റൂമിൽ വന്ന് എല്ലാവരും വളരെ വിഷമത്തോടെ യാത്ര പറഞ്ഞ് പിരിയുകയാണ് ഉണ്ടായത്. റൂമിലോട്ടുള്ള റൈഡാണ്. അങ്ങനെ റൂമിലെത്തി എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് 2 ദിവസത്തെ അസാധ്യമായ യാത്രകൾ നടത്തിയ എല്ലാവരും ഇവിടെ കേരളത്തിലിരുന്നു കൊണ്ട് ലഡാക്കിലെയും നേപ്പാളിലെയും അതുപോലെ തന്നെ ബേസ് ക്യാമ്പിലെയും ഒക്കെ വഴികൾ സംസാരിച്ചുകൊണ്ടിരിക്കുവാൻ പ്രാപ്തരായ യാത്രികരാണ് എല്ലാവരും തന്നെ. ഓരോ നദികളും ഓരോ വഴികളും ഓരോ ബോർഡുകളും വരെ അത് അവിടുത്തെ ഉയരങ്ങളും വരെ അറിയാവുന്ന യാത്രികരാണ്. വളരെ ഹൃദ്യമായ ഒരു മീറ്റപ്പായിരുന്നു. അങ്ങനെ വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും പരസ്പരം യാത്ര പറഞ്ഞ് ഇനിയും അടുത്ത് തന്നെ ഇതുപോലൊരു ക്യാമ്പ് സംഘടിപ്പിക്കാം എന്നുള്ള ഒരു ഇതോടെയാണ് പിരിഞ്ഞത്. ഓക്കെ, താങ്ക് യു.